നമസ്കാരം, ഞാൻ ശശികുമാർ തിരുവല്ലവാരം. ഇതെൻ്റെ 162ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കാലിക പ്രാധാന്യമുള്ള വളരെ ഈ കലിയുഗത്തിൽ ആവശ്യമുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്. അതിൽ എന്തൊക്കെയാണ് പുരാണങ്ങളും പരിശുദ്ധ ബൈബിളും പരിശുദ്ധ ഖുറാനും ആധുനിക മനഃശാസ്ത്രവും എന്തൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി അങ്ങോട്ട് പകർന്നു തരുന്നതും. അപ്പം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ നമ്മൾ മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം അതാണ്. അതിൻ്റെ ടൈറ്റിൽ ധർമ്മ വേസ് ടു ലീവ് ഇൻ കലിയുഗ. ഇനി ഹിന്ദു പുരാണങ്ങളാണ് ആദ്യം പറയുന്നത്. ഈ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് 4 യുഗങ്ങൾ ഉള്ളതിൽ ആദ്യത്തെ യുഗമായ സത്യയുഗത്തിൽ മനുഷ്യരുടെ അസ്ഥിയുടെ ബലമനുസരിച്ചായിരുന്നു അവരുടെ ആയുസ് എന്നാണ് പറയുന്നത്. സത്യയുഗത്തിൽ. രണ്ടാമത്തെ യുഗമായ ത്രേതായുഗത്തിൽ മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് മനുഷ്യരുടെ ആയുസ് ഉണ്ടായിരുന്നതെന്നാണ് ഇതിൽ നിന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ മൂന്നാമത്തെ യുഗമായ ദ്വാപര യുഗത്തിൽ ആളുകൾ സന്തോഷത്തെ അന്വേഷിച്ച് നടക്കുന്നവരും മത്സരബുദ്ധിയുള്ളവരും സ്വന്തം കാര്യം നോക്കുന്നവരും എല്ലാത്തിനോടും അമിതമായ ആഗ്രഹം വെച്ച് പുലർത്തുന്നവരുമായിരുന്നു. അത് നമുക്കറിയാം. ദ്വാപര യുഗത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുരാണങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ കലിയുഗത്തിൽ മനുഷ്യരുടെ ആയുസ് നിലനിൽക്കുന്ന ആഹാരത്തിലുള്ള നമ്മുടെ ശ്രദ്ധയിലാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, ശരിക്കും 24 മണിക്കൂർ ഒരു മനുഷ്യന് ആഹാരം ഒന്നും കഴിച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു വെള്ളം പോലും കുടിക്കാതെ അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അത് മോഡേൺ സയൻസ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് വെള്ളം പോലും കുടിക്കാതെ 24 മണിക്കൂർ വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാനെന്നാണ് പറയുന്നത്. ഇനി പരിശുദ്ധ ബൈബിൾ പറയുന്നത് ഈ കാലത്ത് നമ്മൾ നാളെയെപ്പറ്റി ക്ഷമിക്കേണ്ട കാര്യമില്ല, അന്നന്നത്തെ കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. പിന്നീട് നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കൽപ്പനകൾ മനസ്സിൽ നമുക്ക് തോന്നും. അതായത് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കൽപ്പനകൾ നമ്മൾ അനുസരിക്കണമെന്നാണ് ബൈബിൾ നമ്മളെ അനുശാസിക്കുന്നത്. പിന്നെ സത്യത്തെ പിന്തുടരാനും പരിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സത്യത്തിനെ നമ്മൾ പിന്തുടരണമെന്നാണ് പരിശുദ്ധ ബൈബിളിലും പറയുന്നത്. പിന്നെ യേശുക്രിസ്തു പറയുന്നത് ദൈവം നിങ്ങളെ കാണുകയും കേൾക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി പറയുകയും നിങ്ങൾക്ക് വേണ്ടി നേരത്തെ തയ്യാറാക്കിയ പ്ലാനുകൾ അനുസരിച്ച് നിങ്ങളെ നയിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകൂ, ദൈവം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തീർച്ചയായും തരുമെന്ന് ബൈബിൾ നമ്മെ വീണ്ടും ഉപദേശിക്കുന്നു. ഇനി പരിശുദ്ധ ഖുറാനിൽ അല്ലാഹു പറയുന്നത് നിങ്ങൾ എന്നെ പ്രാപിക്കൂ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നാണ് പരിശുദ്ധ ഖുറാനിൽ അല്ലാഹു പറയുന്നത്. നിങ്ങൾ നല്ല പ്രവൃത്തികൾ കൊണ്ട് എന്നെ പ്രാപിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് പരിശുദ്ധ ഖുറാനിൽ അല്ലാഹു പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ താഴെ പറയുന്നവയായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? നിങ്ങളുടെ സംസാരം ഒരിക്കലും പരുക്കനും ക്രൂരവും ആവാൻ പാടില്ല. പിന്നെ കോപം നിയന്ത്രിക്കണം. മറ്റുള്ളവരോട് നന്നായി പെരുമാറണം. പിന്നെ അന്യരുടെ തെറ്റുകൾ ക്ഷമിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. മറ്റുള്ളവരെ ഒരു കാരണവശാലും കളിയാക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അല്ലാഹുവിൻ്റെ സന്തോഷത്തെ അന്വേഷിക്കുകയും അല്ലെങ്കിൽ അല്ലാഹുവിൽ ചെന്ന് പ്രാപിക്കാനുള്ള ഒരു പ്രവർത്തികൾ നമ്മൾ ചെയ്യുകയും വേണം. അതിൽ കൂടെ സ്വർഗ്ഗരാജ്യം നേടുകയും ചെയ്യുക എന്നുള്ളതാണെന്ന് പരിശുദ്ധ ഖുറാനിലും പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും നൂതനമായ മനഃശാസ്ത്രം പറയുന്നത് നിങ്ങൾ മനുഷ്യരിൽ കൂടുതൽ പേരും എപ്പോഴും ആകാംക്ഷ ഉള്ളവരും വിഷാദ രോഗമുള്ളവരുമാണെന്നാണ്. അതായത് ഈ ലോകത്തുള്ള ആളുകളിൽ ഒരു ഭൂരിഭാഗം ആളുകൾക്കുള്ളതാണ് ഈ ആകാംക്ഷ. എല്ലാവരും പറഞ്ഞില്ലേ ഈ വലിയ ടെൻഷനുണ്ടെന്നൊക്കെ. ആ ടെൻഷനാണ് ഈ ആകാംക്ഷ എന്ന് പറയുന്നത്. അപ്പം ഈ ആകാംക്ഷയുണ്ട്. അതുപോലെ തന്നെ വിഷാദ രോഗം ഒരു വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും വിഷാദ രോഗം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ കുടുംബ കോടതികളിലൊക്കെ കേസുകൾ വരുന്നതൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഈ പ്രശ്നം എല്ലാ തരത്തിലും കുടുംബത്തിലും സുഹൃത്തുക്കളിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഈ വിഷാദ രോഗം. പിന്നെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ വിൽഹേം ഉണ്ട് 1879 മനഃശാസ്ത്ര പരീക്ഷണശാല തുടങ്ങിയത്. മനഃശാസ്ത്രം പറയുന്നത് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം വിഷാദ രോഗമാണെന്നാണ്. അത് പുരുഷനേക്കാളും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളെയാണെന്നും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വിഷാദ രോഗത്തിന് അടിമയാവുന്നത്.
മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ മനഃശാസ്ത്രം അനുസരിച്ച് താഴെ പറയുന്നവയാണ്. സ്വയം തോന്നലുണ്ടാവുക. നമുക്കങ്ങനെ തോന്നിച്ചു, നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നിയല്ലേ ചെയ്യുന്നത്. അങ്ങനെ സ്വയം തോന്നലുണ്ടാവുക. പിന്നെ സ്വാർത്ഥത, സ്വന്തം കാര്യം നോക്കുന്ന ആളുകൾ. പിന്നെ വികാരപരമായ പ്രവൃത്തികൾ. പിന്നെ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രയത്നം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ശുഭപ്രതീക്ഷ. ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. പിന്നീട് ആധുനിക ഗവേഷണം പറയുന്നത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഫാസ്റ്റിംഗ് നടത്തുന്നത്, അത് ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് 24 മണിക്കൂർ വേണമെങ്കിലും പിന്നെ ഫാസ്റ്റിംഗ് നടത്താം. പക്ഷേ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അങ്ങനെ ചെയ്താൽ ഡയബറ്റിക്സ്, കൊളസ്ട്രോള്, BP ഇതൊക്കെ കുറയുന്നതിന് വളരെ നല്ലതാണെന്ന് പറയുന്നു. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ആഴ്ചയിൽ ഒരിക്കലില്ലേ. പിന്നെ ഓരോരുത്തരുണ്ടല്ലോ പിന്നെ ആഴ്ചയിലൊരിക്കൽ അല്ലാതെ തന്നെ വ്രതം എടുക്കുന്നവരുണ്ട്, എന്നുവെച്ചാൽ ഉപവാസം എടുക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ റംസാൻ മാസത്തിൽ എല്ലാ ഒരു മാസം തന്നെ അതിന് 12 മണിക്കൂർ ഇടവിട്ട ആഹാരം കഴിക്കുന്നു. അങ്ങനെ ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഉപവാസം എപ്പോഴും ശരീരത്തിന് നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ അത് ആവശ്യത്തിന് കൂടുതലാവരുത്, അത്രയേ ഉള്ളൂ. 24 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപവാസം എടുക്കരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഉള്ള ഉപവാസം നമുക്ക് ആരോഗ്യത്തിന് മാത്രമല്ല ആയുസ്സിനും വളരെ നല്ലതാണെന്ന് പുരാണങ്ങളും എല്ലാ മതങ്ങളും മനഃശാസ്ത്രവും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതാണ് ഇത്തവണ എനിക്ക് ഈ എപ്പിസോഡിൽ പറയാനുള്ള കാര്യം. നന്ദി, നമസ്കാരം.